ബാക്കിയുള്ളവരുടെ നിർദ്ദേശങ്ങൾ കണ്ണും പൂട്ടിയെടുത്ത് ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിലൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടോ? ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോക്കിലേക്കാണോ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു. ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞ് നിങ്ങൾ ആ സ്റ്റോക്കിലേക്ക് കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും പാടില്ല. 100 രൂപയുള്ള സ്റ്റോക്ക് വാല്യൂ നീ ഇപ്പൊ വാങ്ങിച്ചോ, ഏറ്റവും കുറഞ്ഞത് 500 രൂപയ്ക്കെങ്കിലും നിനക്ക് ഇത് 2 മാസത്തിനകം വിൽക്കാനായിട്ട് സാധിക്കുമെന്ന്. ഇത് കാണുമ്പോൾ നമ്മളുടെ കാൽക്കുലേഷൻ എങ്ങനെയായിരിക്കും പോകുന്നത്? ഞാൻ 100 സ്റ്റോക്ക് വാങ്ങിച്ചെങ്കിൽ എനിക്ക് 40,000 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ പറ്റുമെന്നല്ലേ? അങ്ങനെയായിരുന്നു നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതി തെറ്റായിരുന്നു. ഒരിക്കലും അങ്ങനെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളിലോ ന്യൂസ് ബേസ്ഡ് ആയിട്ട് വരുന്ന സ്റ്റോക്കുകളിലോ നിങ്ങൾ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുക. ഈ ഒരു ഒറ്റ ഹൈപ്പിന്റെ ബേസിലാണ് IPOs നല്ല വാല്യുവേഷനിൽ അവർക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതും പെന്നി സ്റ്റോക്സിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരാനായിട്ടൊക്കെ സാധിക്കുന്നത്. ഇവിടെ നിന്ന് ആരാണ് റിയലി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്? ആ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ മാത്രമായിരിക്കും. സാധാരണ ഉള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് ആ ഒരു ഹൈപ്പിൽ സ്റ്റക്കായി പോകാനും അവിടെ ഒരുപാട് കാശ് ഈ ഒരു രീതിയിൽ നഷ്ടപ്പെടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളും ചെയ്യാതിരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം, പഠിക്കണം, വളരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുന്നതിനെ കൺസിഡർ ചെയ്യുക. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.